ഇത്രയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വേറെ ഏത് മൊമെൻ്റാണുള്ളത്? എനിക്കിത് ഭയങ്കര സന്തോഷം തരുന്നൊരു വ്യൂ ആണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട കാഴ്ചകളിലൊരെണ്ണമാണ് ഈ മീൻ വറുക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അത് അമ്മ അടുക്കള മീൻ വറുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് കടലക്കറിയും ദോശയും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി എടുക്കും. അത് നമ്മുടെ ഒരു ശീലമായിപ്പോയി. പിന്നെ മുട്ട പിഴുങ്ങിയതുണ്ടായിരുന്നു. ശരിക്കും ആ മീൻകറിയുടെ കഴിക്കാനായിരുന്നു ടേസ്റ്റ്. തലേന്നത്തെ മീൻകറി കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇരുന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ അത്. പിന്നെ കടലക്കറി എനിക്ക് അത്ര വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അച്ചപ്പമൊക്കെ എടുത്തിരുന്നു. അച്ചപ്പമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. പിന്നെ ഉച്ചയ്ക്കലത്തെ ഫുഡ് ചൂര വറുത്തതും മെഴുക്കുവരട്ടിയും മോരും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഇതിൻ്റെ ടെക്നോളജി മനസ്സിലായിട്ടില്ല. ഈ ജോലിയുടെയും തിരക്കിൻ്റെ ഇടയ്ക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത് ആ ഒരു കരുതൽ മനസ്സിലാവുന്നില്ല. നാളെ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കില്ലേ, അറിയില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് സന്തോഷം തോന്നും. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്തിനാ അമ്മമാർ മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. എന്തോ ഏതോ നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു സന്തോഷം അതും വേറെ തന്നെയല്ലേ ആവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാൻ തിരിച്ചു പോവാം കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. കുറേ നനഞ്ഞിട്ടൊക്കെ ആട്ടോ പോയത്, കാരണം കുട എടുക്കാൻ ഞാൻ മറന്നു. പിന്നെ രാത്രിയിൽ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓറ്റിലുണ്ടാക്കിയായിരുന്നു. കുറച്ച് മുട്ടത്തോരനും ബ്രെഡ് ടോസ്റ്റ് ചെയ്തുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഓറ്റിൽ ചേട്ടൻ കൊണ്ടുവന്ന ഒരു ആട്ടിൻ്റെ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അത് കഴിച്ചു. ബൈ.